കൈരളി ടീമിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തി എന്ന് അമേരിക്കൻ മലയാളികൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിക്കോ പല വ്യക്തികൾക്കോ അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നൊരു രീതി പുലർത്തുന്ന വ്യത്യസ്തമായൊരു കൈരളി വിങ്ങാണ്, കൈരളി ടീമാണ് USA-യിലുള്ളത്. അതിൻ്റെ സാരഥി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ജോസ് കാടാപുറമാണ്. ഇത്തവണ 2 പേർക്കാണ് അവാർഡ് കൊടുക്കണം എന്ന് അമേരിക്കൻ മലയാളികളുടെ കൈരളി ന്യൂസ് ടീം അമേരിക്കൻ മലയാളികളുടെ മനോഗതം കൂടിയെടുത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ജോസ് തന്നെ അനൗൺസ് ചെയ്യും. ഈ അവാർഡ് കൊടുക്കാൻ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മന്ത്രി ഡോക്ടർ ബിന്ദുവാണ്. കൈരളിയോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന ഒരു മന്ത്രി, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മന്ത്രി, കൈരളി ടീമിൻ്റെ ഈ സന്തോഷ നിമിഷങ്ങളിൽ എത്തിച്ചേരുകയും മാതൃകാപരമായ റിപ്പോർട്ട് നൽകിയവരെ ആദരിക്കുന്ന ആ കർമ്മം ഏറ്റെടുക്കുകയും ചെയ്തതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ഞാൻ ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം പറയും. ചടങ്ങിലെ അധ്യക്ഷൻ നമ്മുടെ ആദരണീയനായ MD ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആണ്. കൈരളി ടീമിൻ്റെ നായകൻ കൂടിയായ ബ്രിട്ടാസിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസ് അവാർഡ് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ജോസ് കടാപുറത്തിന് സ്വാഗതം പറയുന്നു. ഈ പരിപാടിയുടെ സംഘാടനം ഏറ്റെടുത്തിരിക്കുന്നത് മീഡിയ ക്ലബ്ബാണ്. മീഡിയ ക്ലബിൻ്റെ സാരഥി B സുനിലും വേദിയിലുണ്ട്. സുനിലിനും ഞാൻ സ്വാഗതം പറയും. അവാർഡ് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി, അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അവാർഡ് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ശ്രീ ജോസ് കാടാപുറത്തെ ക്ഷണിക്കുന്നു. ഈ പ്രാവശ്യത്തെ അവാർഡ് നമ്മുടെ വ്യൂവേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അനുരാഗ് അല്ലേ, അനുരാഗിനും തിയോഫിൻ അവരെ സെലക്ട് ചെയ്യായിരുന്നു. കാരണം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ആ കാലത്ത്. ഈ വീണ ജോർജിനെതിരായിട്ട് ഉള്ള ആരോപണം, ഒരു കൈക്കൂലി കേസ്, അതിൻ്റെ സെക്രട്ടറി മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കാനാണ് പ്രത്യേകിച്ച് വിദേശ മലയാളികൾക്കൊക്കെ താല്പര്യം. സ്ത്രീയായ ഒരു മന്ത്രി എങ്ങനെ താഴ്ത്തിക്കെട്ടാം എന്നുകൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത് അനുരാഗ് ശരിക്കും ഫോളോ അപ്പ് ചെയ്ത് അതൊരു പച്ചക്കള്ളമാണെന്ന് സമൂഹത്തോട് പറയാൻ പരുവത്തിന് കൈരളി ചങ്കൂറ്റം കാണിച്ചു, അതിൻ്റെ പുറകെ നിന്നു. തീർച്ചയായും അതുപോലെ തന്നെ അനുരാഗിൻ്റെ ഹെഡായ ഷീജയും ഇവിടെ നിന്നു എല്ലാ കരുത്തും കൊടുത്തു. ഷീജയോടും പ്രത്യേകം നന്ദി പറയുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ തിയോഫിൻ ഇതുപോലെ തന്നെ ഞങ്ങളോർത്ത് ED ഒന്ന് തോൽപ്പിക്കാൻ എന്താ മാർഗം എന്നാലോചിച്ചിരിക്കുമ്പോൾ തിയോഫിൻ അത് ചെയ്തു. ED പൊതുവെ ഉള്ള പച്ചക്കള്ളങ്ങളിൽ ഒന്ന് അരവിന്ദാക്ഷനായിട്ടുള്ള കൗൺസിലറുടെ അമ്മയെക്കുറിച്ച് അവരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് മരിച്ചുപോയതോ സ്ത്രീയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അത് ഇതുപോലെ EDക്ക് കോടതിയിലും ഇത് പറയേണ്ടി വന്നു, തെറ്റാണെന്ന് പറയേണ്ടി വന്നു. അതൊക്കെ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ഇവർ രണ്ടുപേരും ശരിക്കും സമകാലിക കേരള രാഷ്ട്രീയത്തിൽ ഈ LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള തെറ്റായ വാർത്തകളുടെ നീണ്ട പരമ്പരകളെ പൊളിച്ചടുക്കിയ 2 പേരാണ്. അവരെയാണ് ഇക്കുറി ഞങ്ങൾ അംഗീകരിക്കുന്നത്. ബിന്ദു ടീച്ചറിനെ ഒക്കെ എത്ര നല്ല കാര്യങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഉണ്ടായാൽ പോലും അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാനൊന്നും മാധ്യമങ്ങൾ ഒട്ടും ഒരുക്കമല്ല. ഒരു കൊച്ചു കാര്യങ്ങളുടെ പുറകെ പോകുന്നു. ബിന്ദു ടീച്ചർ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ കൈരളി USA അവാർഡിന് പ്രത്യേകം ക്ഷണിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നു, അനുരാഗിനും തിയോഫിനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ കരുത്തുള്ളവരാണ്, മിടുക്കന്മാരാണ്. കൈരളി അവർക്കൊക്കെ അവസരം ഉണ്ടാക്കും എന്ന് ഉറപ്പ് നൽകുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അവാർഡ് കൊടുക്കുകയാണ് ഇനി അടുത്ത ചടങ്ങ്. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുന്നതാണ്. ആദ്യം അവാർഡ് കൊടുക്കുന്നത് തിയോഫിനാണ്. തിയോഫിനെ
ഒരുപാടൊന്നും പറയാനില്ല. നന്ദിയാണ് കൈരളിയോടും എന്നെ കൈരളിയിലേക്ക് കൊണ്ടുവന്ന എല്ലാവരോടും, ആ തിരഞ്ഞെടുത്തവരോടും, ഈ വാർത്ത ചെയ്യാൻ എനിക്കൊപ്പം നിന്ന, അതായത് ഈ വാർത്ത മറ്റൊരു ചാനലിലാണെങ്കിൽ ഇത് പുറത്തേക്ക് വരില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്. അത് പുറത്തുവിടാൻ ധൈര്യം കാണിച്ച കൈരളിയുടെ എഡിറ്റോറിയൽ ടീമിനും എൻ്റെ പ്രത്യേകം നന്ദി. അടുത്ത അവാർഡ് ജേതാവ് രാഗിനാണ്. രാഗിനെ അനുരാഗ് വിളിക്കുന്നു. സ്നേഹം കൂടുമ്പോഴാണ് ഒരു വാക്ക് വിടുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡിനായി പരിഗണിച്ച കൈരളി US സംഘാടകർക്കും ജോസേട്ടനൊക്കെ വളരെ നന്ദിയുണ്ട്. ഏറ്റവും പ്രധാനമായും ഒരു റിപ്പോർട്ടർക്ക് ഒരു വാർത്ത ചെയ്യുമ്പോൾ തൃപ്തിയാണ് ഏറ്റവും പ്രധാനം. അതിൽ സ്ഥാപനം നൽകുന്ന ഒരു പിന്തുണയും സ്നേഹവും തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനമായ ഘടകം. അത് കൈരളിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും. അതിന് ഇവിടെയുള്ള എല്ലാ മുകൾ തട്ട് മുതൽ താഴെത്തട്ടുവരെയുള്ള എല്ലാവരും അതിനുള്ള പിന്തുണ നൽകുന്നുണ്ട്. അതിന് വലിയ നന്ദിയുണ്ട്. അതേ ആത്മവിശ്വാസം, അതേ സ്നേഹം, ആ വിശ്വാസം തകർക്കാതെ മുന്നോട്ട് പോകുമെന്ന് വാക്ക് തന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ്. നമ്മുടെ രാജ്യത്ത് സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമൊക്കെയായ കേന്ദ്രീകരണ പരിശ്രമങ്ങൾ വളരെ സംഘടിതമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തെയും ജനതയുടെ പൊതുബോധത്തെയും വലതുപക്ഷവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മുൻപിൽ നിൽക്കുന്നവരാണ് പൊതുവിൽ ഭൂരിപക്ഷം മാധ്യമങ്ങളും. ആ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ വ്യതിരിക്തമായ അസ്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ പ്രതിബദ്ധതയുള്ള ഒരു ചാനലാണ് കൈരളി ചാനൽ. ആ ബോധ്യം ആ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് അനുദിനം നാം തിരിച്ചറിയുകയാണ്. വളരെ സംഘടിതമായ രൂപത്തിൽ നുണകളുടെ ബാബേൽ ഗോപുരങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ രംഗത്ത് ഒട്ടുമിക്ക മാധ്യമങ്ങളും വലതുപക്ഷ മൂലധനത്തിൻ്റെയും മുതലാളിമാരുടെയും നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈരളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തിയാകണം എന്നുള്ളത് തന്നെയാണ്. മത്സ്യത്തൊഴിലാളിയുടെയും കർഷക തൊഴിലാളിയുടെയും എല്ലാം വിയർപ്പിൻ്റെ ഗന്ധമുള്ള മൂലധനം തന്നെയാണ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ജനങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത, അതുപോലെ കേരളത്തിൻ്റെ ഇടതുപക്ഷ പുരോഗമന സ്വഭാവം, അതിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ നിർണായകമായിട്ടുള്ള വ്യത്യസ്തതകൾ, അത് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പ്രത്യാശാപൂർവം ഉറ്റുനോക്കുന്ന ഒന്നുകൂടിയാണ്. ഒരുപക്ഷെ അവർ അത് ബോധപൂർവം ചെയ്യുന്നതല്ലെങ്കിൽ പോലും ഒരു പ്രതിബോധത്തിൻ്റെ ശക്തമായ അലകൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ, ഒരു കൗണ്ടർ കൾച്ചറിന് നേതൃത്വം നൽകാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെ നിലയുറപ്പിക്കേണ്ട ഒരു മാധ്യമമാണ് കൈരളി. 2 യുവ മാധ്യമ പ്രവർത്തകർ ഇന്ന് നമ്മിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മാതൃകാപരമായ ഇടപെടലാണ് ധീരതയോടെ അവർ നടത്തിയിട്ടുള്ളത്. EDA ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും എതിർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന കേന്ദ്രങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും വിധത്തിലുള്ള വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ദൈനംദിന പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കരുവന്നൂർ ബാങ്കുമായി ഉയർന്നു വന്ന ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ വേട്ടയ്ക്ക് ഉപയോഗപ്പെടുത്താനുള്ള സമർത്ഥമായ ശ്രമം തന്നെ EDA ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ED മുഖാന്തരം മുന്നോട്ട് വയ്ക്കപ്പെട്ട പലതരത്തിലുള്ള വ്യാജവും അസത്യത്തിൽ അധിഷ്ഠിതവുമായിട്ടുള്ള പ്രചരണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘടിത പരിശ്രമം നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളാകെ നടത്തിയത്. ആ സന്ദർഭത്തിൽ കൈരളിയുടെ ഒരു പ്രവർത്തകൻ ധീരമായി നടത്തിയ ഇടപെടലുകളാണ്
അതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വലിയ സഹായമായത് എന്നുള്ളത് നന്ദിപൂർവ്വം തന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ആ പ്രവർത്തനം ഇടപെടൽ നടത്തിയ തിയോഫിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. കൈരളി ജനങ്ങളുടെ നാവായി സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് അതിൻ്റെ പ്രത്യേകമായ നിയോഗം നിർവഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മാധ്യമ പ്രവർത്തകൻ തീർച്ചയായും ഈ പുരസ്കാരത്തിന് അർഹനാണ്. മറ്റൊന്ന്, വളരെ നിന്ദാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ മാധ്യമ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏവർക്കും ബോധ്യപ്പെടാവുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം നമ്മുടെ ബഹുമാന്യയായിട്ടുള്ള ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുകയുണ്ടായി. CCTV ഫുട്ടേജ് അടക്കം ശേഖരിച്ചുകൊണ്ട് ആ മുന്നോട്ട് വയ്ക്കപ്പെട്ട അപവാദ പ്രചരണത്തിൻ്റെ മുനയൊടിച്ച് കളയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ആ ഇടപെടൽ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അനുരാഗ് എന്ന എൻ്റെ കൊച്ചനുജനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ ഇങ്ങനെയുള്ള ധീരമായ അന്വേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനും ഒരു മന്ത്രിസഭയുടെ മാത്രമല്ല ഒരു പക്ഷത്തിൻ്റെ ആകെ യശസ് ഉയർത്തിപ്പിടിക്കാവുന്ന രീതിയിൽ ഇടപെട്ടു. അത് സത്യത്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് എന്നുള്ളതാണ്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നമ്മളേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ സധൈര്യം മുന്നോട്ട് പോകാൻ അത് നിങ്ങൾക്കേവർക്കും പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പുരസ്കാരങ്ങൾ നേടിയ 2 പേർക്കും അതുപോലെ അവർക്ക് അത് നൽകുന്നതിന് അമേരിക്കയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ജോസ് കാടാപ്പുറം ഇവിടെ ഇരിക്കുന്നത്. അവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇനി അധ്യക്ഷ പ്രസംഗമാണ്, നിർവഹിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ജോസ് കാടാപ്പുറത്തിൻ്റെ വാർഷിക വരവിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കൈരളി USA അവാർഡ്. യഥാർത്ഥത്തിൽ അത് ഓരോ വർഷവും ഇങ്ങനെ വികസിച്ച് വരികയാണ്. ഇപ്പം ജോസ് കാടാപ്പുറം യഥാർത്ഥത്തിൽ കൈരളിയുടെ USA പ്രതിനിധി മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനം കൂടിയാണ് ജോസ്. ഇത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയ മുഹൂർത്തങ്ങളെ, സാമൂഹ്യ ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു പ്രവാസി മലയാളിയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് മുമ്പ് ആദ്യം പ്രതിരോധമായിട്ട് ഇറങ്ങുന്നത് ജോസ് കാടാപ്പുറമാണ്. അത് ഞാൻ മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളെ ചെറുതായി കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ജോസിൻ്റെ ഒരു വേഗതയും ചടുലതയും തീവ്രതയും അടിവരയിടാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോസ് കേവലം കൈരളിയുടെ USA പ്രതിനിധി മാത്രമല്ല, വലിയൊരു മഹാപ്രസ്ഥാനമാണ്. മാത്രമല്ല ജോസിൻ്റെ കാരുണ്യത്തിൽ അവാർഡ് കരകസ്ഥമാക്കി ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ചില ആൾക്കാരൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഫലകം മാത്രമല്ല, ഒരു കവറും കൂടി കൊടുത്തിട്ടുണ്ട്. ആ കവറിൽ എത്രയാണെന്നൊന്നും ജോസ് പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് 10,000 രൂപയുണ്ടെന്നുള്ളതാണ്. അത് ചെറിയ പൈസയല്ല. മാത്രമല്ല ഇതെല്ലാ വർഷവും ജോസ് വളരെ കൃത്യമായിട്ട് കൊടുത്തു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. മാധ്യമ ലോകത്തെ പ്രവണതകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി കൃത്യമായിട്ട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ JNU വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിരുന്നു. ജൂനിയറാന്ന് പറയുന്നത് മന്ത്രിയുടെ ഒരു യൗവനം കാണിക്കാൻ കൂടി പറയുന്നതാണ് അത്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ MPhil വിഷയം കൾച്ചറിനെ കുറിച്ചായിരുന്നു അല്ലേ? കൾച്ചറായിരുന്നല്ലേ? സംസ്കാരത്തെക്കുറിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ മന്ത്രിക്ക് അതേക്കുറിച്ച് ചില വ്യക്തമായ ധാരണകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാധ്യമ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ അബൂബക്കറിൻ്റെ ഒരു പുസ്തകം ഇറങ്ങാൻ പോവുകയാണ്. ഇന്നലെ അതിൻ്റെ കവറ് പുറംചട്ട പ്രകാശനം ചെയ്തു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. ദേശാഭിമാനിയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രത്യേകിച്ചും പൊതുവേയുള്ള കേരളത്തിലെ മാധ്യമ അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള ഒരു കനപ്പെട്ട പഠന ഗവേഷണ പുസ്തകമാണ് ഇറങ്ങാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ മേഖലയെക്കുറിച്ച് എത്ര പഠനങ്ങൾ വന്നാലും അത്
മതിയാകില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ബിന്ദു പറഞ്ഞതുപോലെ വളരെ ചെറിയ വിവാദപരമായിട്ടുള്ള ശകലങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് പ്രേക്ഷകരുടെയും വായനക്കാരുടെയും മനസ്സുകളെ സ്വാധീനിക്കുന്ന വിഷലിപ്തമായിട്ടുള്ളൊരു പ്രവണതയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ ആഴ്ന്നിറങ്ങിയിരിക്കുക. ഞാൻ ഈ മേഖലയെക്കുറിച്ച് കുറച്ച് പഠനം നടത്തിയ ഒരാളാണ്. എൻ്റെ ഗവേഷണ തീസിസും ഇതാണ്. യഥാർത്ഥത്തിൽ മാധ്യമ മേഖല എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വ്യവസായമാണ്. മറ്റ് പല മേഖലകളും തൊലിപ്പുറത്ത് മാത്രമേ സ്വാധീനം ചെലുത്തുന്നുള്ളൂ. ഇപ്പോൾ പൊട്ട്, കൺമഷി, ചാന്ത്, സോപ്പ് ഇതൊന്നും മനസ്സിലേക്ക് പോകുന്നില്ല, തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ മനസ്സുകളെ സ്വാധീനിച്ച് സംസ്കൃതികളെയും സംസ്കാരങ്ങളെയും സാമൂഹ്യ ഘടനയെയും രാഷ്ട്രീയ സ്വഭാവത്തെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ധാര എന്ന് പറയുന്നത് മാധ്യമധാരയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വളരെ അവധാനതയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട പല പ്രമുഖ വ്യക്തികളും, ഇപ്പം ചോംസ്കിയുടെ പേരൊക്കെ പറഞ്ഞു, പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള യാതൊരു അവധാനതയും നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ള കാര്യം ഓരോ ദിവസവും നമ്മൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇടതുപക്ഷ സ്വഭാവത്തെ അട്ടിമറിക്കാൻ, തകർക്കാൻ എന്നല്ല, അട്ടിമറിക്കാൻ നടക്കുന്ന ആസൂത്രിതമായ സംഘടിതമായ ഒരു ശ്രമത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു യജ്ഞമായിട്ട് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് കണ്ണ് ചിമ്മിയാൽ വേണമെങ്കിൽ കടപഴകിപ്പോകുന്ന ഒരു സാമൂഹിക ഘടനയായിട്ട് വേണമെങ്കിൽ നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ഇതിനേക്കാൾ പ്രബലമെന്നും കരുത്തുള്ളതെന്നും നമ്മൾ കരുതിയ പല മേഖലകളും ഇതുപോലുള്ള താണ്ഡവത്തിൽ കടപഴകിപ്പോയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗൗരവത്തേക്കാൾ 10 മടങ്ങ് ഗൗരവം ഈ മാധ്യമ സാംസ്കാരിക മേഖലയ്ക്ക് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ കൈരളിയെക്കുറിച്ച് പറയുമ്പോൾ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വളരെ കുറഞ്ഞ മൂലധനത്തിൽ 60 or 65 കോടി രൂപ മൂലധനത്തിന് 20 വർഷം, 2 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ സ്ഥാപിച്ച ഒരു ടെലിവിഷൻ മീഡിയയാണ്. ഏതെങ്കിലും വ്യവസായ ഗ്രൂപ്പിൻ്റെ ഒരു പിൻബലമില്ല. ഓരോ വർഷവും കോടാനുകോടി രൂപ നിക്ഷേപിച്ചാൽ മാത്രം മുന്നോട്ട് പോകുന്ന ചക്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ടെലിവിഷൻ മാധ്യമങ്ങൾക്കുള്ളത്. പക്ഷെ അങ്ങനെ കോടാനുകോടിയോ ആയിരക്കണക്കിന് കോടിയോ നൂറുകണക്കിന് കോടിയോ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പിൻബലമില്ലാതെ തന്നെ 2 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസാക്ഷിയെ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള വലിയൊരു പോരാട്ടമാണ് കൈരളി നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഈ അവാർഡ് കിട്ടിയ 2 ആൾക്കാരുടെ സംഭാവനയെക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലോകത്തിലെവിടെയെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംവിധാനത്തിൻ്റെ മേൽ എവിടെ നിന്നോ നൂല് കെട്ടിയിറക്കിയ ഒരു സായിപ്പ് ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ, ഞാൻ ഉദ്ദേശിച്ചത് ഗവർണറെയാണ്, പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ആ പേക്കൂത്തുകൾക്ക് വേണ്ടി കുഴലൂതുന്ന ഒരു കാഴ്ച ലോകത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. യാതൊരുവിധ നിയമപരമോ ഭരണഘടനാപരമായ സാധുതയില്ലാതെ ഒരു വ്യക്തി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തരിപ്പണമാക്കാൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് നിദാനമേകാൻ വേണ്ടി, സാധുതയേകാൻ വേണ്ടി ഒരേ ശബ്ദത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുപോലെ ശ്രമിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലല്ല, ലോകത്തൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ഇഴകീറി കാണിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പോലും ഗവർണർമാരെ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും നമ്മുടെ ഗവർണർ ചെയ്യുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടി ഗവർണർ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ഖമാന്നൊരക്ഷരം മിണ്ടില്ല. അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കാപട്യം. ഈ കാപട്യത്തെ മുറിച്ചു കടന്നുകൊണ്ട്
കേരളം പതിറ്റാണ്ടായി ആർജിച്ച നന്മയെ സംരക്ഷിച്ചു നിർത്തുക. ആ നന്മ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. കൈരളിയുടെ രൂപീകരണ ഘട്ടത്തിൽ ഇവിടെയുള്ള പല ആൾക്കാരും പുതുതായി വന്ന ആൾക്കാരാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗവാക്കായി പ്രവർത്തിച്ച ഒരാളാണ്. അന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ജീവിത പങ്കാളി ശ്രീ എ വിജയരാഘവൻ കൈരളിയുടെ ബോർഡ് അംഗം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രീ എ വിജയരാഘവൻ ഡോക്ടർ ബിന്ദുവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും വേണ്ടില്ല, നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. കൈരളിക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലപരമായിട്ടുള്ള ദൈനംദിന മുദ്രാവാക്യ രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളം ആർജിച്ച ജനാധിപത്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, സാമ്രാജ്യത്വ വിരുദ്ധതയുടെ മൂല്യങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമൂഹമാർജിച്ച പുരോഗമന സ്വഭാവത്തെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ആദ്യകാലത്ത് കൈക്കൊണ്ടത്. സത്യസന്ധമായി പറയട്ടെ, ഇന്ന് ഞാൻ ഡൽഹിയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. പലപ്പോഴും വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ പതാകവാഹകർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലേക്ക് ഞങ്ങൾക്ക് കാലെടുത്ത് കുത്താൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കൈരളിയെപ്പോലുള്ള സ്ഥാപനങ്ങളാണെന്ന്. അതുകൊണ്ട് കൈരളി നിർവഹിക്കുന്നൊരു പങ്കിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ലെങ്കിലും നമ്മുടെ എതിരാളികൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ അവാർഡിന് പാത്രമായ രണ്ടാൾക്കാരുടെ സ്തുത്യർഹമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും ഒരു വാക്ക് ഈ കരുവന്നൂരിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ ഈ കേസ് പരിശോധിച്ചപ്പോൾ അതും കൂടി പറഞ്ഞു പോകാം. ഒരുപക്ഷെ പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്. എത്രത്തോളം കാപട്യമാണ് നമ്മുടെ മാധ്യമ റിപ്പോർട്ടുകളിലുള്ളത്. ഇപ്പോൾ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇടപെടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമെന്ന് പറയുന്നത് മണി ലോണ്ടറിങ്ങിൻ്റെയാണ്. എന്നുവെച്ചാൽ ഈ പണം എവിടുന്ന് വന്നു, എവിടേക്ക് പോയി, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ. ആരെങ്കിലും ഒരാൾ നിക്ഷേപിക്കുന്ന ഒരു തുക വേറൊരാൾ എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടൊരാൾക്ക് ലോൺ കൊടുക്കുകയോ അതൊന്നും അല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ പരിധിയിൽ വരേണ്ട വിഷയം. മണി ലോണ്ടറിങ് PMLA ആക്ട് വളരെ കൃത്യമാണ്. കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് മാധ്യമങ്ങൾ എഴുതിയൊരു കാര്യമുണ്ട്. 100 കോടി രൂപ നോട്ട് നിരോധനത്തിൻ്റെ കാലഘട്ടത്തിൽ 100 കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടു കരുവന്നൂർ ബാങ്കിൽ. ഞാൻ പരിശോധിച്ചപ്പോൾ, ഞാൻ പാർലമെൻറ്റിലൊരു കാര്യം ഉന്നയിക്കാൻ വേണ്ടി പരിശോധിച്ചപ്പോൾ, അല്പം പഠിച്ചപ്പോൾ, ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളിലൊക്കെ, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡയറക്ടറായിട്ടുള്ള അഹമ്മദാബാദിലെ അർബൻ ബാങ്കിൽ നോട്ട് നിരോധന ഘട്ടത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം വന്നു. 100 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 1000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വഴിക്ക് ഒരു തരത്തിലുള്ള അന്വേഷണമോ പരാമർശമോ നടത്തിയതായി നമ്മൾ ആരും കണ്ടില്ല. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഗുജറാത്തിലെ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ പോയി ഈ 2 ദിവസം, ഈ 3 ദിവസം, ഈ ഒരാഴ്ച നിങ്ങളിൽ നിക്ഷേപിച്ച പണത്തിൻ്റെ സ്രോതസ് ഏതാണ് എന്നാരും അന്വേഷിക്കാൻ പോയിട്ടില്ല. പിന്നെ ഈ വായ്പകളുടെ കാര്യത്തെക്കുറിച്ച് പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടിയുണ്ട്. കഴിഞ്ഞ മോഡി ഗവൺമെൻറ്റിൻ്റെ, കഴിഞ്ഞതല്ല നിലവിലുള്ള മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 5 വർഷക്കാലത്തിനിടയ്ക്ക് 12 ലക്ഷം കോടി രൂപ കൊമേഴ്സ്യൽ ബാങ്കുകൾ എഴുതിത്തള്ളി. 12 ലക്ഷം കോടി രൂപ. 12 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗണിക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒന്നും പറ്റില്ല. ആരുടെ പണം? നിങ്ങളുടെ എൻ്റെയും പണം. ആർക്ക് വേണ്ടിയിട്ട്? വലിയ വ്യവസായ പ്രമുഖർക്ക് വേണ്ടി. ഏതെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിൽ കയറിയിട്ട് ഇത്രയും പണം ആർക്ക് വേണ്ടിയാണ് എഴുതിത്തള്ളി എന്ന് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ആ കാപട്യത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൈരളി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സംരംഭമാണ്. 2.5 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ലോകത്ത് ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു വിസ്മയം തീർത്തുകൊണ്ട് സൃഷ്ടിച്ച ഒരു സംരംഭമാണ് കൈരളി. ഇതിന് പ്രത്യേകിച്ച് ഒരു ഉടമസ്ഥനില്ല. ഇതിൻ്റെ ഒരു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന, ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞതുപോലെ
സാമൂഹ്യ സൂചകങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ നന്മയെ ചേർത്ത് നിർത്താനും പരിപോഷിപ്പിക്കാനും ഉതകുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തെ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. പരിധികളും പരിമിതികളും നമുക്കുണ്ട്. വലിയ വൻകിട വ്യവസായ പ്രമുഖരുടെ പിന്തുണയുള്ള സ്ഥാപനങ്ങൾ കാണിക്കുന്ന പളവളപ്പ് നമുക്കില്ലെങ്കിലും നമുക്കൊരു ആർജവമുണ്ട്, നമുക്കൊരു ദിശാബോധമുണ്ട്. അതിൻ്റെ സൂചകങ്ങളായിട്ടാണ് ഇന്ന് 2 വ്യക്തികളെ നമ്മളിവിടെ ജോസ് കാടാപ്പുറത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദരിച്ചത്. അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ അവാർഡ് ദാന ചടങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മാനേജിംഗ് ഡയറക്ടറും പാർലമെൻറ്റ് അംഗവുമായ ശ്രീ ജോൺ ബ്രിട്ടാസാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ചടങ്ങ് വളരെ മഹനീയമായെന്ന് ഞാൻ എടുത്ത് പറയേണ്ടതില്ലല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ട് അധ്യക്ഷനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തിരക്കേറിയ ജോലി തിരക്കിനിടയിലും ഈ അവാർഡ് ദാന ചടങ്ങ് നിർവഹിക്കാനായി അല്ലെങ്കിൽ നൽകാനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനിയായ മന്ത്രി ഡോക്ടർ ബിന്ദു അവർകളെ കൈരളി TV ജീവനക്കാർക്കും ഈ ചടങ്ങിന് വേണ്ടിയിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ അവാർഡിന് കാരണക്കാരനായ ശ്രീ ജോസ് കാടാമ്പുറം, അദ്ദേഹത്തെ ഈ ചടങ്ങിന് വേണ്ടി കൈരളി TVയുടെ ജീവനക്കാർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ഡയറക്ടർ ശ്രീ NP ചന്ദ്രശേഖരൻ സാർ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മറ്റു മുഴുവൻ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.